സാർ ഒരു വയലിനിസ്റ്റ് ആയിട്ട് ഒരു പടത്തിൽ അഭിനയിച്ചിട്ടില്ലേ? ചെറിയൊരു വേഷം. ഗായത്രിക്ക് അറിയോ അത്? ഇല്ല അല്ലേ? സാർ പറഞ്ഞു തരും. എൻ്റെ കാരിയർ ഇപ്പം ഞാനൊന്ന് ഇവിടെ ഇരിക്കുന്നത് വെറുതെ ഒരു ലേമനായിട്ടല്ല, നമുക്കൊരു ചെറിയ സെലിബ്രിറ്റിയുടെ സ്ഥാനം കിട്ടുന്നത് ഈ സംഗീത സംവിധാനം ചെയ്തുകൊണ്ടാണ്. ഇതിനെല്ലാത്തിനും ഒരു നിമിത്തമായതാണ് ആ വയലിൻ പിടിച്ചുള്ള അഭിനയം. ആരവം. എനിക്ക് ആ സീൻ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ലളിത ചേച്ചിയും ഭരതേട്ടനും കല്യാണം കഴിച്ച് അവരുടെ ഹണിമൂണായിരുന്നു അത്. ആ സെറ്റിൽ അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സർക്കസിലെ ഒരു വയലിനിസ്റ്റ് ആയിട്ടാണ് അത് ക്യാരക്ടർ. പക്ഷെ സിംബോളിക് ആണ്, എല്ലാവരുടെയും വികാരങ്ങൾക്കനുസരിച്ചായിരിക്കും ഞാൻ വയലിൻ വായിക്കുന്നത്. നമ്മൾ ലൈവ് സൗണ്ടാണ്. അപ്പം അന്ന് ഈ കൂടാരം ഫസ്റ്റ് വരുന്നത് ഒരു വണ്ടിയിലാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് ഹൊഗനക്കൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല, നടന്നാൽ വീഴും. അതേപോലെ കുണ്ടും കുഴിയും മേടുകളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതിലൂടെ ഈ ഒരു തരം എന്തെന്നാ പറയുക, കണ്ട ഈ ഒരു ജീവിയുടെ പോലെയൊക്കെ ഇരിക്കും അതിൻ്റെ ആ ഒരു വണ്ടി. പഴയകാലത്തെ വണ്ടിക്ക് വേണ്ടി അങ്ങനെ ഇട്ട് വയ്ക്കുക. അപ്പം അതിൻ്റെ എല്ലും കോലൊക്കെ ആടുന്നൊരു വണ്ടിയാണ്, ഒരു കൺട്രോളും ഇല്ല. ആ വണ്ടിയിലൊരു വലിയൊരു കൂട് വെച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ. ആ കൂടിന് ഏതാണ്ട് ഒരു 10 അടി ഉയരം വരും. എന്നിട്ട് ഈ ഉറപ്പില്ലാത്ത വണ്ടിയുടെ ഈ അടുത്ത് 10 അടി ഉയരത്തിലുള്ള കൂടും അതിൻ്റെ അകത്ത് 2 പുലിയും. ഇതിന്റെ മേലെയാണ് ഞാൻ ഇരിക്കുന്നത്. ആദ്യത്തെ ചാട്ടത്തിലാണ് ഞാൻ ഓളിയിട്ട്, കാരണം താഴത്തേക്ക് വീഴും. നമുക്ക് താഴത്ത് ഇറങ്ങാൻ പറ്റില്ലേ, പുലിയാ. അതിന്റെ മേലത്തിന് റിയലിസം എന്ന് പറയുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അല്ലേ? അത് മാത്രമല്ല, ശരിക്കും ഭരതൻ സാർ എന്ന് പറയുന്ന ഭയങ്കര പെർഫെക്ഷനിസ്റ്റ്, ഒരു കോംപ്രമൈസ് ഇല്ലാത്തൊരു സാറാണ്. അങ്ങനെ ആ ഒരു ഷോട്ട് അവിടെ നിർത്തിയിട്ട് ബാക്കി എന്നെ വേറെ അതിന്റെ ഉള്ളിൽ കയറ്റി ഇരുത്തിയിട്ടൊക്കെ ഷോട്ട് പിന്നെ ചെയ്തില്ല. അതിൽ ടൈറ്റിലിൽ പേരൊക്കെ വരും, പുതിയ പ്രതിഭകൾ എന്ന് പറഞ്ഞിട്ട് 2 പേരാണ്. ഒന്ന് ഞാനും ഒന്ന് പ്രതാപബോധം. അത് കഴിഞ്ഞിട്ടാണ് സാർ അതൊരു ക്യാരക്ടർ ആയിട്ടേ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഭരതൻ സാറിന്റെ കാതോട് ഫസ്റ്റ് മ്യൂസിക് ചെയ്യുന്നത് അല്ലേ സാർ? ഈ സാറിന്റെ ഫസ്റ്റ് ഈണമല്ലേ ഫസ്റ്റ് മൂവി? ഈ ആരവൻ തന്നെയാണ് ക്രെഡിറ്റ് വൈസ് ഫസ്റ്റ് മൂവി. അതായത് അതിൽ ഞാൻ പറഞ്ഞില്ലേ, ലൈവ് സൗണ്ട് കൊടുത്തത് കൊണ്ട് തന്നെ ആ സൗണ്ടുകളൊക്കെ അന്നത്തെ കാലത്ത് ഷൂട്ടിംഗ് സമയത്ത് നാഗരയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഡബ്ബിങ് സമയത്ത് ഇവർ നാഗരയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കുമ്പോൾ ഡബ്ബിങ് കേൾക്കാനില്ല, പകരം വയലിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. പിന്നെ സ്ക്രിപ്റ്റ് ഉള്ളത് കൊണ്ട് അതൊക്കെ തപ്പിപ്പിടിച്ച് അവർ. പക്ഷേ ആ വയലിൻ അന്ന് അവിടെ വായിച്ചത് ഒരു നിമിത്തമായതാണെന്ന് ഞാൻ പറയുന്നത്. കാരണം അത് തന്നെ റീ റെക്കോർഡിംഗ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് അന്ന് പരിചയക്കുറവുണ്ടായിരുന്നു. ജോൺസൺ അന്ന് എൻ്റെ വളരെ, ഞങ്ങൾ ഒരുമിച്ച് അപ്പോൾ വന്നിട്ടേ ഉള്ളൂ മദ്രാസിലേക്ക്. അപ്പോൾ ഞാൻ ജോൺസണോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ജോൺസന് അതിനു മുമ്പ് അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ആദ്യം സംഗീത സംവിധാനം ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതാണ് ചെയ്തത്. സർ, അപ്പം ഈ ഒരേ കടൽ എന്ന് പറഞ്ഞ ശ്യാം പ്രസാദ് സാറിൻ്റെ ഒരു മൂവി ഉണ്ടല്ലോ, അതിന് ഒരേ രാഗം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതെന്താ സാർ? ആ പാട്ടുകളെന്നല്ല, ആ പടം മൊത്തം ഒരു രാഗത്തിൽ വേണമെന്നുള്ളൊരു ചിന്താഗതി, ആ ഒരു ഐഡിയ സംവിധായകൻ്റെയാണ്, ശ്യാമപ്രസാദിൻ്റെ പറഞ്ഞതാണ്. പക്ഷേ അത് ഇത്രയും കാഠിന്യമാവും നമ്മുടെ പണിയിൽ നിന്ന് അന്ന് ചിന്തിച്ചില്ലേ. കാരണം അന്ന് ഒരു പാട്ട് 2 പാട്ട് മാക്സിമം പറഞ്ഞു. ആ ഒരു ഇത് സാർ ശ്യാം പ്രസാദ് സാർ ആ ഒരു സജഷൻ മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് എനിക്ക് സാറിന് നാഷണൽ അവാർഡ്. തീർച്ചയായിട്ടും. കാരണം ഇന്നേ വരെ ഒരു സിനിമയിലും ലോക സിനിമയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരേ രാഗത്തിൽ 5 പാട്ട്, പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും. ഹോംവർക്ക്സ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പടം ആരംഭിച്ചപ്പോഴല്ല ഹോംവർക്ക് ചെയ്തത്. ഞാൻ ചെറുപ്പത്തിലേ ചെയ്തിട്ടുണ്ടായിരുന്നു.